കൂശ്മാട്ടം എപ്പിസോഡ് 3ലേക്ക് ഏവർക്കും സ്വാഗതം. ഞങ്ങളുടെ കഴിഞ്ഞ പുതിയ സബ്സ്ക്രൈബേഴ്സ്, പുതിയ വ്യൂവേഴ്സ് ഇവർക്കെല്ലാം പ്രത്യേക നമസ്കാരം പറയുന്നു. എന്താണെങ്കിലും ഞങ്ങൾ ഉദ്ദേശിച്ചതിനേക്കാളും വളരെ മികച്ച റെസ്പോൺസാണ് കിട്ടുന്നത്. തികച്ചും 20 വ്യൂസ് മാത്രം എക്സ്പെക്റ്റ് ചെയ്തത് ഞങ്ങൾക്ക് ഒരു ദിവസം കൊണ്ട് 34ഓളം വ്യൂസ് കിട്ടിയിരിക്കുന്നു. ഒരു വൻ കുതിപ്പിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. അതിന് തുടർന്ന് ഇനി നിങ്ങളുടെ സഹകരണവും വേണം. ഓക്കെ, അപ്പൊ ആദ്യത്തെ ജോലിനെ പറ്റിയാ നമ്മൾ സംസാരിക്കാൻ പോണേ. അപ്പൊ നീ തുടങ്ങിക്കോ. എങ്ങനെയായിരുന്നു നിന്റെ ആദ്യത്തെ ജോലി? എന്താ നീ ചെയ്തത്? എങ്ങനെയാണ് ഇതിലേക്ക് എത്തിയത്? അത് കുറച്ച് രസകരമായ കഥയാണ്. ഞാൻ മുമ്പത്തെ പോഡ്കാസ്റ്റ് കണ്ടവർക്കറിയാം, ഞാൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ് എടുത്തത്. പക്ഷെ അതുമായിട്ട് യാതൊരു ബന്ധമില്ലാത്തൊരു ജോലിയിലാണ് ഞാൻ കയറിയത്. ഞാനൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ, ഞാനൊരു ഫ്രണ്ട് എൻഡ് ഡെവലപ്പറായിട്ടാണ് എൻ്റെ ഫസ്റ്റ് കമ്പനിയിൽ കയറുന്നത്. ഇതിൻ്റെ പിന്നാമ്പുറത്തൊരു കഥയുണ്ട്. ഞാൻ ആദ്യമേ ഈ ജോലിക്ക് കയറുന്നതിന് മുമ്പ് പ്രയറായിട്ട് ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്നൊരു കോഴ്സ് തിരുവനന്തപുരത്ത് പഠിക്കാൻ പോയി. അപ്പോൾ അവിടെ വെച്ച് എൻ്റെ ഒരു കൂട്ടുകാരി ഉണ്ടായിരുന്നു. അപ്പം ഷീ വാസ് ലുക്കിംഗ് ഫോർ ജോബ്സ്. ഞാൻ അന്ന് അധികം ആക്റ്റീവായിട്ട് നോക്കുന്നില്ലായിരുന്നു. അപ്പം പക്ഷേ ഷീ വാസ് ടെൻസ്ഡ്. കോള് കിട്ടുമ്പോൾ പൊതുവെ കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു. എന്നിട്ട് ഒരു ദിവസം ഇങ്ങനെ അവൾക്ക് ജോലിയുടെ ഒരു കോള് കിട്ടിയപ്പോഴത്തേക്കും എന്നോട് സംസാരിക്കാമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ വിചാരിച്ചു, ഞാനിപ്പോൾ കുറച്ച് ഫ്രീ ആയിട്ടിരിക്കുക, എന്നാൽ എനിക്കും കൂടെ ഒരു ജോലി തരാമോ എന്ന് ചോദിച്ചു നൈസായിട്ട് ഈ റിക്രൂട്ടറിനോട്. അപ്പോഴത്തേക്കും പറഞ്ഞു, നിങ്ങൾ റെസ്യൂമേ ഒക്കെ തന്നു എന്ന് വിചാരിച്ച് അങ്ങനെ ചുളിവിൽ ഞാൻ ആദ്യത്തെ ഒരു കുഞ്ഞു ജോലി ഇൻ്റർവ്യൂ റെഡിയായിട്ട് ഞാൻ തിരഞ്ഞെടുത്തു. ഞാനും എൻ്റെ കൂട്ടുകാരും 2 പേരും കയറി. അതൊരു കുഞ്ഞ് സ്റ്റാർട്ടപ്പ് കമ്പനി ആയിരുന്നു. ആൻഡ് ചെറിയ കുഞ്ഞ് പ്രൊജക്റ്റ് ചെയ്യുമായിരുന്നു. ഞാൻ ആംഗുലർ എന്ന് പറയുന്ന ഒരു ഫ്രെയിം വർക്കിലാണ് സ്റ്റാർട്ട് ചെയ്തത്. എനിക്ക് പ്രോഗ്രാമിങ് അധികമൊന്നും അറിയത്തില്ലായിരുന്നു. പക്ഷേ ഞാൻ അവിടെ എല്ലാം സെൽഫ് ലേൺ ചെയ്ത് എല്ലാം സ്കില്ല് അക്വയർ ചെയ്യുമായിരുന്നു. അപ്പം ബേസിക്കലി എൻ്റെ ആദ്യത്തെ ജോലി ഒരു ഫ്രണ്ട് എൻഡ് ഡെവലപ്പറാണ്. അത് കിട്ടിയത് വളരെ ആകസ്മികമായിട്ടാണ്. ഓക്കെ, എൻ്റെ ഇത് പറയുവാണെങ്കിൽ ഞാൻ ബാച്ചിലേഴ്സ് കെമിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് ജർമ്മനി ചൂസ് ചെയ്തു ഹയർ സ്റ്റഡീസിന് വേണ്ടി. സോ ഞാനൊരു 2-3 കൊല്ലവും കൂടെ മാസ്റ്റേഴ്സ് പഠിച്ച് കെമിക്കൽ എഞ്ചിനീയറിംഗിൽ തന്നെ മാസ്റ്റേഴ്സ് പഠിച്ചു. അത് കഴിഞ്ഞ് ജർമ്മനിയിലുള്ള ഒരു ഇതെന്തെന്ന് വെച്ചാൽ അവർ എക്സ്പീരിയൻസ് ഇല്ലാതെ ആർക്കും ജോലി കൊടുക്കത്തില്ല. എൻട്രി ലെവലിന് പോലും അവർ എക്സ്പീരിയൻസ് ചോദിക്കും, 0 to 1 year. അപ്പം ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ മാസ്റ്റേഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇന്റേൺഷിപ്പും ഫൈനൽ ഇയർ പ്രോജക്റ്റും ഒക്കെ പുറത്ത് വേറെ ഇൻഡസ്ട്രിയിൽ ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്തു. ഭയങ്കര പാടായിരുന്നു. ഇവിടെ ഭാഷയൊന്നും ഞാൻ അത്ര ഫ്ലുവൻ്റ് അല്ല, ഇപ്പോഴും ഫ്ലുവൻ്റ് അല്ല. പക്ഷെ എന്തോ ദൈവാനുഗ്രഹം, ആ കോവിഡിന്റെ ഒക്കെ ഒരു സമയമായിരുന്നിട്ടും എല്ലാവരുടെയും പ്രാർത്ഥനയൊക്കെ കൊണ്ട് എനിക്ക് ഒരു ഇന്റേൺഷിപ്പ് കിട്ടി ഒരു കമ്പനിയിൽ. ഞാൻ അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പം ബംഗ്ലാദേശിൽ നിന്നുള്ള ഒരു പയ്യനുണ്ടായിരുന്നു. അപ്പൊ ആ പയ്യൻ ഇങ്ങനെ പറഞ്ഞു, എനിക്കിങ്ങനെ ഇന്ന പോലെ ഒരു കമ്പനിയിൽ ഓപ്പറേഷൻസ് എഞ്ചിനീയർ ആയിട്ട് ഓൾറെഡി ജോലി കിട്ടി. അപ്പൊ അത് വലിയ കാര്യമാണ്. ഫൈനൽ പ്രോജക്റ്റ് ചെയ്യുന്നേ ഉള്ളൂ, ജോലി ഓൾറെഡി സെക്യൂർഡ് ആയി. അപ്പൊ അത് നല്ല കാര്യല്ലേ. അപ്പൊ ഞാനിങ്ങനെ ആ പയ്യനോട് ചോദിച്ചു, ഏതാ കമ്പനി? അപ്പൊ ഇതുപോലെ ഇന്നറാടെക് എന്ന് പറഞ്ഞു. അപ്പൊ കൊള്ളാലോ, ഞാനും എന്തെങ്കിലും ട്രൈ ചെയ്യട്ടെ. നീ ട്രൈ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഞാനും എൻ്റെ CV അയച്ചു. അവര് എന്തോ ഭാഗ്യത്തിന് ഇന്റർവ്യൂവിനൊക്കെ വിളിച്ചു. ഫസ്റ്റ് ലെവല് കഴിഞ്ഞ് പിന്നെ അവരുടെ അടുത്തുനിന്ന് ഒരു വിവരമൊന്നും ഇല്ലായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു, ഓക്കെ, എന്നെ എടുക്കത്തില്ലായിരിക്കും. പക്ഷെ റിജക്ഷൻ വന്നിട്ടും ഇല്ല. എന്നിട്ട് 1 മാസം കഴിഞ്ഞു, 1.5 മാസം കഴിഞ്ഞു. ഞാൻ എൻ്റെ മാസ്റ്റർ തീസിസ് ഡിഫെൻഡ് ചെയ്തു. അതിന്റെ പിറ്റേ ദിവസം അവരെന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സെക്കൻഡ് ഇന്റർവ്യൂവിന് വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ സെക്കൻഡ് ഇന്റർവ്യൂവിന് ചെന്നു. പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു. ഒരാഴ്ചക്കുള്ളിൽ ഓഫർ ലെറ്റർ കിട്ടി. അങ്ങനെ ജർമ്മൻ ലാംഗ്വേജ് ഇല്ലായിരുന്നിട്ടും ഞാനൊരു കമ്പനിയിൽ ഓപ്പറേഷൻസ് എഞ്ചിനീയർ ആയിട്ട് കയറി. കെമിക്കൽ ഫീൽഡ് തന്നെയാണ്, കെമിക്കൽ എക്യുപ്മെന്റ്സും കാര്യങ്ങളും എല്ലാം ആണ് ചെയ്യുന്നത്. അവിടെ ഓപ്പറേഷൻസ് എഞ്ചിനീയർ ആയിട്ട് കയറാൻ പറ്റി. അവിടെ തന്നെയാണ് ഇപ്പോഴും വർക്ക് ചെയ്യുന്നത്. സോ ഫസ്റ്റ് ജോബിൽ തന്നെയാണ് ഇപ്പോഴും. അതാണ് എൻ്റെ ഒരു സ്റ്റോറി. ഇത് നീ പഠിച്ചതും ഇപ്പോൾ ജോലി ചെയ്യുന്നതും തമ്മിൽ കുറേ റിലേഷൻ ഉണ്ടല്ലോ.
ഞാൻ ദൈവാനുഗ്രഹത്തിന് പഠിച്ച ഫീൽഡിൽ തന്നെയാണ് ജോലി എടുക്കുന്നത്. കാരണം എനിക്ക് വേറൊന്നും അറിഞ്ഞുകൂടാ. ഇപ്പം കുഷ്മാണ്ഡത്തിന്റെ കാര്യം പറയുവാണെങ്കിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോ തന്നെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അവൾക്ക് ഈ കമ്പ്യൂട്ടറിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതും അല്ലെ. എന്താണ് മറ്റേ യുവദീപ്തിയോ അങ്ങനത്തെ സംഭവത്തിന്റെ ഒക്കെ ലോഗോയും ജീസസ് യൂത്ത്. കാര്യങ്ങളൊക്കെ ജീസസ് യൂത്തിന്റെ അതിന്റെ ലോഗോയും കാര്യങ്ങളും ഒക്കെ ഡിസൈൻ ചെയ്യുമായിരുന്നു ഇവള്. ഒരു ടെക്കി ആയിരുന്നു പഠിച്ചുകൊണ്ടിരിക്കുമ്പോ തന്നെ. അപ്പം ഞാൻ അത് ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പൊ എനിക്ക് എന്തോ ഉറപ്പായിരുന്നു ഇവള് സോഫ്റ്റ്വെയർ സൈഡിലോട്ടായിരിക്കും പോകുന്നതെന്ന്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിങ്ങനെ ഒരിടത്ത് കുത്തിയിരുന്ന് ചെയ്യുന്ന പരിപാടികൾ ഭയങ്കര ദേഷ്യം. പിന്നെ സോഫ്റ്റ്വെയർ ഒന്നും ഞാൻ ഇതുവരെ കൈ പോലും വെച്ചിട്ടില്ല അതിലൊന്നും. അപ്പം ഇങ്ങനെ ഒരു ചാൻസ് ഒന്ന് എന്തോ അനുഗ്രഹം എല്ലാം കൂടെ ക്ലിക്കായി അങ്ങനെ അങ്ങ് കേറിയതാ. പിന്നെ കെമിക്കൽ ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഒരുപാട് സോഫ്റ്റ്വെയർ ഇൻഫ്ലുവൻസ് ഉണ്ട്. എന്നാലും കുറച്ചുകൂടെ നമ്മൾ പ്രാക്ടിക്കൽ ലബോറട്ടറി സ്കെയിൽ വർക്ക്സ് ഒക്കെ ഒന്ന് ഇമാജിൻ ചെയ്താൽ മതി. അവിടെ അധികം സോഫ്റ്റ്വെയർ ഒന്നും ഇല്ലല്ലോ. അപ്പം ലബോറട്ടറി വർക്ക്സ്, പൈലറ്റ് പ്ലാന്റ് വർക്ക്സ്, അങ്ങനത്തെ കൊമേഴ്ഷ്യൽ പ്ലാന്റിലുള്ള വർക്കുകൾ, അങ്ങനത്തെ പരിപാടികളൊക്കെയാണ് ഞാൻ ചെയ്യുന്നത്. കേട്ട ശ്രോതാക്കൾക്ക് മനസ്സിലായി കാണുമല്ലോ, മറിമാണ്ടത്തിൻ്റെ ഭാഗത്ത് കുറച്ചും കൂടെ സ്ട്രക്ചേർഡ് ആയിരുന്നു. ലൈക്ക് കെമിക്കൽ എൻജിനീയറിങ് കഴിഞ്ഞിട്ട് കെമിക്കൽ എൻജിനീയറിങ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഓപ്പറേഷൻസ് എൻജിനീയർ ആയിട്ടാണ് കയറിയത്. പക്ഷേ എൻ്റെ ഒരു കരിയർ പാത്ത് എല്ലാം പ്യുവർലി ആക്സിഡൻ്റിലായിരുന്നു. ഐ ജസ്റ്റ് ട്രിപ്ഡ് ഇൻ ടു ദിസ് എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ മെക്കാനിക്കൽ എൻജിനീയറിങ് എടുത്ത് ബ്ലോക്ക് ചെയിൻ പഠിക്കാൻ പോയിട്ട് ഞാൻ ഫ്രണ്ട് എൻഡ് എൻജിനീയറിലേക്ക് കയറി. ഞാൻ പിന്നീട് വേറെ കരിയർ പാത്തിലേക്ക് ഞാൻ പിന്നെ പോയിട്ടുണ്ട്. പക്ഷെ അത് വേറൊരു ഡിസ്കഷനിൽ പറയാം. പക്ഷേ ഇതാണ് ബേസിക്കലി ഒരു കുഞ്ഞ് സമ്മറി. ഞാൻ വളരെ ലേറ്റ് ആയിട്ടാണ് ജോലിക്ക് കയറിയത്. ഞാൻ 2022 ഫസ്റ്റ് ജോബ് എന്ന് പറഞ്ഞ് കയറിയത്. പക്ഷെ അതിനു മുന്നേ നമ്മൾ ജർമ്മനി താമസിക്കുമ്പോ മാക്സിമം എന്താണ് ആരോടും പൈസ ഒന്നും ചോദിക്കാതെ വീട്ടുകാരെ ഒന്നും ബുദ്ധിമുട്ടിക്കാതെ ജീവിക്കുന്നതുകൊണ്ട് പാർട്ട് ടൈമിനൊക്കെ പോവായിരുന്നു. അപ്പൊ ശരിക്കും പറഞ്ഞ എന്റെ ഫസ്റ്റ് ജോബ് എന്ന് പറഞ്ഞ ഒരു ബ്രെഡ് കമ്പനിയിൽ ബ്രെഡ് പെറുക്കാൻ പോവുക എന്നുള്ളതായിരുന്നു. പക്ഷെ പഠിച്ചതിനെ റിലേറ്റ് ചെയ്തുള്ള ഫസ്റ്റ് ജോബാണ് ഓപ്പറേഷൻസ് എഞ്ചിനീയർ. അതാണ് ഈ വിദേശത്ത് പോയാലുള്ള ഒരു വേറൊരു ഗുണം. നമ്മുടെ ഇവിടെ പൊതുവെ എല്ലാവരും പൊതിഞ്ഞ് വെച്ച് സൂക്ഷിച്ച് പഠിപ്പിച്ച് വിടുന്നതാണല്ലോ ഒരു കഷ്ടം. ഒരു പ്രഷർ ഉണ്ട്. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഓൾറെഡി പേരൻസ് കാശ് മുടക്കി ഇങ്ങോട്ട് വിട്ടു. അപ്പൊ ഇവിടെ സക്സസ്ഫുൾ എന്ന് ഞാൻ പറയത്തില്ല. ഇവിടെ ഒരു എന്തെങ്കിലും ഒരു പച്ച പിടിക്കാതെ തിരിച്ചു ചെല്ലുന്ന ഒരു ഓപ്ഷനും ഇല്ലല്ലോ. നമ്മുടെ നാട്ടുകാരുടെ ഇതറിയാമല്ലോ. തിരിച്ചെന്ന് അയ്യോ എന്തായിരിക്കും മടങ്ങി പോന്നേ, അവിടെ പച്ച ഗുണം പിടിച്ചില്ലേ എന്നൊക്കെ പറഞ്ഞ് തുടങ്ങാം. അപ്പൊ നമ്മൾ ആ ഒരു പ്രഷറിലും കൂടി എങ്ങനെയെങ്കിലും എന്ത് കിട്ടിയാലേ എവിടെയെങ്കിലും കയറണം എന്നുള്ള കോൺസ്റ്റന്റ് പ്രഷറിലായിരുന്നു ആ ഒരു സമയത്ത്. അപ്പം ഓട്ടോമാറ്റിക്കലി പാർട്ട് ടൈമിനും എങ്ങനെയെങ്കിലും 10 കാശ് സമ്പാദിക്കണം എന്നൊക്കെ തോന്നും. പക്ഷെ അതുകൊണ്ട് നീ വളരെ സെൽഫ് റിലയൻ്റ് ആയല്ലേ. കാരണം പറഞ്ഞ ഞാനിപ്പം 4 വർഷം കണ്ട മറിമാണ്ടം അല്ലായിരുന്നു ജർമ്മനി പോയി കഴിഞ്ഞിട്ട്. ഇപ്പം എനിക്ക് ഓർക്കുന്നുണ്ട്, പണ്ടൊക്കെ ആണെങ്കിൽ വീട്ടിലൊക്കെ പോകാൻ വേണ്ടി ചാച്ചൻ കൊണ്ടുവിടുകയൊക്കെ ചെയ്യുമായിരുന്നു. ഈ പറയുന്ന മറിമാണ്ടും ജോലി റിലേറ്റഡ് കാര്യങ്ങൾ വന്നപ്പോഴത്തേക്കും ഓരോരോ രാജ്യങ്ങളിലേക്ക് ഒറ്റയ്ക്ക് പോകുന്നു, ഒറ്റയ്ക്ക് വീട് നോക്കി എല്ലാം സെൽഫായിട്ട് വളരെ ഇൻഡിപെൻഡൻ്റ് ആകുന്ന ഒരു മറിമാണ്ടത്തിനെയാണ് ഞാൻ ശരിക്കും കണ്ടത്. അപ്പോൾ ഈ സത്യം പറഞ്ഞ വീട്ടിൽ നിന്നോണ്ടിരുന്നപ്പോഴുണ്ടല്ലോ എന്റെ ചാച്ചനും അമ്മയും ഭയങ്കരമായിട്ട് പ്രൊട്ടക്ട് ചെയ്യുമായിരുന്നു. ഓ അവിടെ പോണോ, കൊണ്ടുവിടാലോ, അയ്യോ ബസ്സിൽ പോണോ, പിന്നെ എവിടെയെങ്കിലും ടൂറ് പൊക്കോട്ടെ എന്ന് ചോദിക്കും. പോണ്ട സേഫ് അല്ല, അങ്ങനെയൊക്കെ പറയായിരുന്നു. പക്ഷെ ഇവിടെ നമ്മൾ അവിടെ പോകുന്നു ഇവിടെ പോകുന്നു, ഒരു ഫ്രീഡം ഉണ്ട്. അപ്പൊ ഫ്രീഡം വരുംതോറും നമ്മൾ കുറച്ചും കൂടെ എക്സ്പ്ലോർ ചെയ്യും, കുറച്ചുകൂടെ സെൽഫ് ഇൻഡിപെൻഡന്റ് ആവും. അങ്ങനെ ഞാൻ അടുത്ത ചോദ്യം ചോദിക്കട്ടെ. നീ ഇപ്പം അതായത് ആദ്യത്തെ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് വെരി ഹാപ്പി വിത്ത് യുവർ ജോബ്? അങ്ങനെ ചോദിച്ചാൽ എല്ലാം ഒരു ട്രേഡ് ഓഫ് ആണ് ആക്ച്വലി. ഞാൻ കാര്യം പറയണേ, സെയിം കമ്പനി തന്നെ ആണെങ്കിലും ഞാൻ ഡിപ്പാർട്ട്മെന്റ് സ്വിച്ച് ചെയ്തു. പിന്നീട് ആദ്യം ഞാൻ ഓപ്പറേഷൻസ് എഞ്ചിനീയർ ആയിട്ട് 2 കൊല്ലം വർക്ക് ചെയ്തു. പിന്നെ ഞാൻ പ്രോസസ് എഞ്ചിനീയറിംഗിലേക്ക് മാറി. ഓപ്പറേഷൻസിൽ എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ കുറച്ചുകൂടെ ഫിസിക്കൽ
ആക്ടിവിറ്റീസ് ഇൻവോൾവ് ആയിട്ടുള്ള ഒരു ജോബായിരുന്നു അത്. കാരണം ഒരു പ്ലാന്റ് ഉണ്ട് നമുക്ക്, അവിടെ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ അത് നോക്കാൻ പോകുന്നു, അതെങ്ങനെയെങ്കിലും റൺ ചെയ്യിക്കുക, പിന്നെ വേറെ ഡിപ്പാർട്ട്മെന്റുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, പാർട്സ് കേടാകുമ്പോൾ അത് ഓർഡർ ചെയ്യുക, മാനുഫാക്ചറിനെ കോൺടാക്ട് ചെയ്യുക, അങ്ങനത്തെ കുറച്ചുകൂടെ ആക്ടിവിറ്റീസ് ഉള്ള ജോബായിരുന്നു. അത് എനിക്ക് ഇഷ്ടമായിരുന്നു. പക്ഷെ പ്രശ്നം എന്താന്ന് വെച്ചാൽ ഞാൻ ഷിഫ്റ്റ് വർക്ക് ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം 10 ദിവസം നൈറ്റ് ഷിഫ്റ്റ് ആണെങ്കിൽ പിന്നെ ഉള്ളത് മോർണിംഗ് ഷിഫ്റ്റ് കുറെ ദിവസം, പിന്നെ ചിലപ്പോൾ ഇതിന്റെ ഇടയ്ക്ക് പ്ലാന്റ് കേടായപ്പോ ഷിഫ്റ്റ് ക്യാൻസൽ ആവും, പിന്നെ നമ്മൾ നാളെ തൊട്ട് റെഗുലർ ഷിഫ്റ്റ് കയറണം. അപ്പൊ അങ്ങനെ ഉള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു. പിന്നെ എന്റെ കമ്പനിക്ക് വേറെ സ്ഥലത്ത് ജർമ്മനി തന്നെ ഡിഫറെന്റ് പാർട്സിൽ പ്ലാന്റുകളുണ്ട്. അപ്പൊ അവിടെ എല്ലാം നമ്മൾ ഇവര് പറയുമ്പോ പോണം. ബേസിക്കലി ഓട്ടം തന്നെയായിരുന്നു അത്. അപ്പൊ അതും അടുത്തിട്ടാണ് ഞാൻ ഡിപ്പാർട്ട്മെന്റ് മാറിയത്. ഹാപ്പി ആയിരുന്നു ഇപ്പൊ പുതിയ ഡിപ്പാർട്ട്മെന്റിൽ ഇരുന്ന് പണ്ട് ഹാപ്പി ആയിരുന്നു എന്ന് ഞാൻ ആലോചിക്കുമ്പോ ഹാപ്പി ആയിരുന്നു ആക്ച്വലി. കാരണം നേരത്തെ ഒത്തിരി ആൾക്കാരോട് സംസാരിക്കണമായിരുന്നു, എല്ലാ ദിവസവും ഓഫീസിൽ പോണം, അപ്പൊ കൊലീഗ്സിനെ കാണും, അവരോട് സംസാരിക്കും, കൊച്ചു വർത്താനങ്ങൾ പറയും, എപ്പോഴും ബ്രേക്ക് എടുക്കും. എന്നുവെച്ചാ നമ്മൾ 8 മണിക്കൂർ ചെയ്യുന്നുണ്ട് ജോലി, പക്ഷെ നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ ചെയ്താൽ മതിയായിരുന്നു. ലൈക്ക് രാവിലെ ഇപ്പൊ 9 to 5 ആണെങ്കിൽ 9 to 5 എക്സാക്ട്ലി വർക്ക് ചെയ്യത്തില്ല, 9 to 6 ഒക്കെ വർക്ക് ചെയ്യും, എന്നിട്ട് ഇനഫ് ബ്രേക്സ് ഒക്കെ എടുത്ത് അങ്ങനെയായിരുന്നു. അപ്പം അങ്ങനെയൊക്കെ. നീ ഹാപ്പി ആയിരുന്നു ആക്ച്വലി? ഞാൻ പറഞ്ഞില്ല, ഞാൻ ഭയങ്കര ആകസ്മികമായിട്ട് കയറിയതാണ്. ഞാനൊരു ട്രയലിന് വേണ്ടി കയറിയതായിരുന്നു ഈ ജോലിയിൽ. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ചെറിയൊരു വീട്ടിലായിരുന്നു. ഞങ്ങളൊരു 6 പേര് ഇവിടെ ഇരുന്ന് ഈ കുഞ്ഞ് പ്രൊജക്റ്റ് ചെയ്യുമായിരുന്നു. അവിടെ ഞങ്ങൾക്ക് 2 മാനേജേഴ്സ് ഉണ്ടായിരുന്നു. ഒരു അമേരിക്കയിൽ നിന്നുള്ളൊരു മലയാളി മാനേജറും പിന്നെ ഇവിടുത്തെ കാര്യങ്ങൾ നോക്കി നടത്തുന്ന ഒരു ഇന്ത്യൻ മാനേജറും ഉണ്ടായിരുന്നു. അപ്പോൾ അമേരിക്കയിലുള്ള സാറിനൊരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യണമായിരുന്നു. ബിറ്റ് കോയിൻ റിലേറ്റഡ് ആയിട്ടുള്ള, ക്രിപ്റ്റോ കറൻസി റിലേറ്റഡ് ആയിട്ടുള്ളൊരു ട്രാക്കിംഗ് പ്ലാറ്റ്ഫോം ആയിരുന്നു. സോ ദിസ് വാസ് മൈ ഫസ്റ്റ് പ്രൊജക്റ്റ് എവർ, ആൻഡ് ഐ ഡിഡൻറ്റ് നോ വാട്ട് എക്സാക്ട്ലി വാസ് ദ പ്രൊജക്റ്റ്, ബട്ട് ഫിഗറിങ് ഔട്ട് വാട്ട് ടു ഡു വാസ് എ വെരി സാറ്റിസ്ഫൈങ് പാർട്ട് ആക്ച്വലി. ഇതിപ്പം എനിക്ക് ഒരു കമ്പ്യൂട്ടർ സയൻസ് ഫൗണ്ടേഷൻ അങ്ങനെയൊന്നുമില്ല. എനിക്ക് ഇദ്ദേഹം യൂഡമി എന്ന് പറയുന്നൊരു ട്യൂട്ടോറിയൽ പ്ലാറ്റ്ഫോമിൽ ഒരു ക്ലാസ് തന്നു. അപ്പോൾ ആംഗുലർ റിലേറ്റഡ്. അപ്പോൾ ഞാൻ 1 മാസം കൊണ്ട് അത് പഠിച്ചെടുത്തിട്ട് ഞാൻ ഇവരുടെ ആക്ച്വൽ പ്രൊജക്റ്റിൽ വർക്ക് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ പ്രൊജക്റ്റിൽ ഇങ്ങനെ പുതിയ പുതിയ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നു, അത് ഫ്രണ്ട് എൻഡിൽ കാണുന്നു, അത് ഭയങ്കര സാറ്റിസ്ഫൈങ് ആയിരുന്നു. അപ്പം എനിക്ക് ഓരോ ദിവസം ഓരോന്ന് ചെയ്യുമ്പോൾ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരുന്നു ആ ഒരു സമയത്ത്. ടു ദി എക്സ്റ്റെൻറ്റ് ദാറ്റ് ഞാനിങ്ങനെ രാത്രിയിൽ ഇങ്ങനെ കോഡൊക്കെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നൊരു അവസ്ഥ എത്തിയായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു എൻ്റെ കരിയറിലെ ഏറ്റവും സാറ്റിസ്ഫാക്ടറി ടൈംസ് ചിലപ്പോൾ അതായിരുന്നു. പക്ഷേ ഞാൻ തുടങ്ങിയപ്പോൾ ഞാൻ ആദ്യത്തെ 2 മാസം ശമ്പളം ഇല്ലാണ്ടാണ് വർക്ക് ചെയ്തത്. അവർ പറഞ്ഞ ഇതായിരുന്നു, ഇപ്പോൾ വർക്ക് ചെയ്തിട്ട് വലിയ കുഴപ്പമില്ലാണ്ട് ഉണ്ടെങ്കിൽ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം ആദ്യത്തെ 2 മാസം ശമ്പളം ഇല്ലായിരുന്നു. പിന്നെ അത് 5000 രൂപയായിട്ട് കൂട്ടി. പിന്നെ കുറച്ച് മാസം കഴിഞ്ഞപ്പോൾ 7500, 10000, 15000, 20000 അങ്ങനെ കൂട്ടി കിട്ടി കേട്ടോ. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, നീ ട്രിവാൻഡ്രത്ത് മറ്റേ ഹോസ്റ്റലിൽ നിൽക്കുമല്ലായിരുന്നു. അപ്പം സാലറി കിട്ടുന്നത് റെന്റ് കൊടുക്കാൻ തികയാഞ്ഞിട്ടും കൂടെ പോക്കറ്റ് മണി മേടിച്ചായിരുന്നു അല്ലേ? അയ്യോ അതെ. ആദ്യത്തെ ആ സമയത്തൊക്കെ എൻ്റെ വീട്ടുകാരുടെ സപ്പോർട്ടിലായിരുന്നു ഞാൻ നിന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഞാൻ അവിടെ 2 വർഷം നിന്നു. ആദ്യത്തെ 1 വർഷം തിരുവനന്തപുരത്ത് തന്നെയായിരുന്നു. പിന്നെ 2019 അവസാനം 2020 തുടക്കമായപ്പോഴത്തേക്കും കോവിഡ് കാരണം ഞങ്ങൾ വീട്ടിൽ ഇരുന്ന് വർക്ക് ചെയ്യാൻ തുടങ്ങി. നിനക്ക് കോവിഡ് സമയത്ത് ഓഫീസിൽ പോകണമായിരുന്നോ അതോ വീട്ടിലിരുന്ന് വർക്ക്? ഞാൻ ആക്ച്വലി കോവിഡ് സമയത്തല്ലായിരുന്നു ഈ ജോലിക്ക് കയറിയത്. ഞാൻ കോവിഡ് കഴിഞ്ഞിട്ടാ ഗ്രാജുവേറ്റ് ചെയ്തത്. അതെ. അപ്പൊ എനിക്ക് കോവിഡ് ടൈമിൽ എങ്ങനെയാന്ന് വെച്ചാൽ ആ പീക്ക് കോവിഡ് വന്ന സമയത്ത് എനിക്ക് പാർട്ട് ടൈം പോലും ഇല്ലായിരുന്നു. കാരണം എല്ലാം കംപ്ലീറ്റ് ഷട്ട് ഡൗൺ അല്ലായിരുന്നു. ആ സമയത്ത് അത്യാവശ്യം എന്താണ്, നമുക്ക് ഈ ജർമ്മനിയിലേക്ക് വരുമ്പം ബ്ലോക്ക്ഡ് മണി എന്ന് പറഞ്ഞ് കാണിക്കണം. ഒരു അറൗണ്ട് ഞാൻ വന്ന സമയത്ത് അറൗണ്ട് ഒരു 7 lakhs കാണിക്കണമായിരുന്നു ഇന്ത്യൻ മണി. യൂറോയില് കാണിക്കണം. അപ്പൊ ആ പൈസ ഉണ്ടായിരുന്നത് യൂട്ടിലൈസ് ചെയ്ത് തട്ടിമുട്ടി. പക്ഷെ ആരോടും പൈസ ഒന്നും ചോദിക്കേണ്ടി വന്നില്ല. എപ്പോഴും ഞാൻ ജർമ്മനി വന്നതിന് ശേഷം
ആകെ ഒരു തവണ എനിക്ക് എന്തോ കാശിന് അത്യാവശ്യം വന്നു, അതും ഏതാണ്ട് 200 സംതിങ് യൂറോയുടെ. അതല്ലാതെ എനിക്ക് പൈസക്ക് ലൈക്ക് കുറച്ചേ ഉള്ളെങ്കിൽ നമ്മൾ കുറച്ച് ജീവിക്കുന്നു, കൂടുതലുണ്ടെങ്കിൽ അത്യാവശ്യം നന്നായിട്ട് ജീവിക്കുന്നു. അങ്ങനെ ആയിരുന്നു പൊക്കോണ്ടിരുന്നത്. അതിൽ ഞാൻ കുറച്ച് പ്രൗഡാണ്. ഐ ആം ഓൾസോ പ്രൗഡ് ഓഫ് യു മറിമാണ്ട. പിന്നെ എന്റെ ജോലിയിലെ സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഭയങ്കര ജർമ്മനിയിലെ ഒരു കെമിക്കൽ എഞ്ചിനീയറിന്റെ സ്റ്റാർട്ടിങ് സാലറി അല്ല ഞാൻ വാങ്ങിച്ചുകൊണ്ടിരുന്നത്. ആക്ച്വലി അതിലും കുറവായിരുന്നു. എനിക്ക് ആ സമയത്ത് ഇമ്പോർട്ടന്റ് ഒരു ജോലി കണ്ടുപിടിക്കുക, കാരണം നമ്മുടെ വിസയൊക്കെ ഈ ജോലിനെ ഡിപ്പെൻഡ് ചെയ്ത്. അന്ന് എനിക്ക് സ്റ്റുഡന്റ് വിസ ഉണ്ടായിരുന്നുള്ളൂ, അത് എക്സ്പയർ ആവാൻ പോകുന്നു. പിന്നെ ജോബ് സീക്കിംഗ് വിസയിലേക്ക് ആയിക്കഴിഞ്ഞാൽ അത് 1.5 വർഷമായിരുന്നു ആ സമയത്ത്. അപ്പം ഒരു ജോബ് വിസ എന്ന് പറയുമ്പം നമുക്ക് ജോലി ഉള്ളിടത്തോളം കാലം ഇവിടെ നിൽക്കാം, അങ്ങനത്തെ ഒരു വിസയായിരുന്നു അത്. അപ്പം ആ വിസ എങ്ങനെയെങ്കിലും ഒപ്പിക്കുക, പിന്നെ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഇൻകം. പിന്നെ വേറൊരു ഫാക്ടർ എന്ന് പറഞ്ഞാൽ നമുക്ക് ജർമ്മൻ ലാംഗ്വേജ് ഇല്ല, അവർക്ക് എന്തോ നമ്മളെ ഇഷ്ടപ്പെട്ട് എന്താണെന്ന് അറിഞ്ഞൂടാ, അങ്ങനെ അങ്ങ് എടുക്കുമായിരുന്നു അവര്. അപ്പൊ ഞാൻ ഭയങ്കര ചെറിയൊരു സാലറിയിലാ തുടങ്ങിയ. പ്രൊബേഷൻ കഴിഞ്ഞപ്പോ അവര് അത് ഇച്ചിരി കൂട്ടി തന്നു. അത് കഴിഞ്ഞ് പിന്നെ ഓരോ വർഷവും അപ്രൈസൽ മീറ്റിംഗ്സ് വരുമ്പം അവര് ചെറിയ ചെറിയ ഹൈക്കുകൾ തന്നോണ്ടിരുന്നു. അപ്പം എന്റെ ആവശ്യങ്ങളെല്ലാം നടന്നു പോകുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ വീട്ടിൽ പൈസ അയക്കുന്നുണ്ടായിരുന്നു. കല്യാണം കഴിഞ്ഞു ഇപ്പൊ എന്റെ. അപ്പൊ കല്യാണത്തിന് മുന്നേ വരെ ഇങ്ങനെ പൈസ അയക്കുമായിരുന്നു. കാരണം എനിക്ക് അവർ തന്ന ആ ബ്ലോക്ക്ഡ് മണി എങ്ങനെയെങ്കിലും തിരിച്ചു കൊടുക്കണം, ആ പൈസ തിരിച്ചു കൊടുക്കണം എന്നുണ്ടായിരുന്നു. അപ്പോ അങ്ങനെ വീട്ടിലും ആ പൈസ അയക്കാൻ പറ്റി, എന്റെ കാര്യങ്ങളും നടന്നു പോയി. റെന്റും ഇൻഷുറൻസും അത്യാവശ്യം ചെലവുകളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു ആ പൈസക്ക്. ശരിക്കും പറഞ്ഞാൽ നിൻ്റെ ഒരു എക്സാമ്പിൾ തന്നെയായിരുന്നു. കാരണം എനിക്ക് പേഴ്സണലി അറിയാവുന്ന അവരെല്ലാവരും പഠിത്തം കുറേ നീട്ടി പാർട്ട് ടൈം ജോബൊക്കെ ചെയ്ത് കുറച്ചും കൂടി നീട്ടി വലിക്കുക ഞാൻ പൊതുവെ കണ്ടിട്ടുള്ളൊരു ട്രെൻഡ്. പക്ഷേ നീ ഉടനടി എല്ലാം അന്വേഷിച്ച് വരയ്ക്ക് ഒരു അലസതയില്ലാണ്ട് എല്ലാം അപ് ടു ഡേറ്റ് ആയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തു. ആൻഡ് മറിമാണ്ടത്തിന് പല ചാലഞ്ചസ് വന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും വിട്ട് മാറിയൊന്നും നിൽക്കുന്ന കണ്ടിട്ടില്ല. ഇപ്പോൾ ഒരു വിഷമം വരുവാണെങ്കിൽ ഷീ ഓൾവേസ് യൂസ് ടു ഓവർകം ദിസ്. ആൻഡ് ഇത് കഴിഞ്ഞിട്ട് എപ്പോഴും അടുത്ത സൊല്യൂഷൻ അവൾ അപ്പം തന്നെ നോക്കുമായിരുന്നു. ഐ എം സോ പ്രൗഡ് ഓഫ് യുവർ ഗ്രോത്ത്. കേട്ടോ മാറി ഇപ്പൊ പറയുമ്പോ ഇത് ഭയങ്കര ഈസി ആയിട്ട് തോന്നും, പക്ഷെ ഞാൻ ഇവിടെ പഠിക്കാൻ വന്നിട്ട് ഉഴപ്പിയ ഒരു സമയം ഉണ്ടായിരുന്നു. എന്റെ അഭിപ്രായത്തിൽ നമ്മുടെ ഈ ഉഴപ്പും ഗ്രോത്തും ഒക്കെ നമ്മളെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആൾക്കാരെയും കൂടെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുവേ. അന്ന് ഞാൻ വന്ന ഫ്രണ്ട്സ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുമ്പോ ഇന്റേൺഷിപ്പ് എടുക്കണം എന്ന് കൂടെ നമുക്ക് ആർക്കും അറിഞ്ഞുകൂടാ. അപ്പൊ ഞാൻ ആ ഫ്രണ്ട്സ് ഗ്രൂപ്പിൽ നിന്ന് പുറത്തുള്ളവരെ നോക്കിയപ്പോ ഓരോരുത്തരൊക്കെ തേർഡ് സെമസ്റ്റർ ആകുമ്പോഴേ ഇന്റേൺഷിപ്പിന് പോകുന്നു, അത് പോകുന്നു, ഇത് പോകുന്നു, പ്രൊഫസർമാരുടെ അസിസ്റ്റന്റ് ആയിട്ട് കേറുന്നു. അതൊക്കെ നമ്മുടെ സിവിക്കകത്ത് വെക്കാലോ. അപ്പം അവരെല്ലാരും ആ ഒരു ഡയറക്ഷനിൽ പോകുന്നു, ഞാൻ മാത്രം ഇവിടെ ഉഴപ്പിയിരിക്കുന്നു എന്ന് കണ്ടപ്പം എനിക്ക് ടെൻഷൻ ആവാൻ തുടങ്ങി. അപ്പോഴാണ് ഞാൻ പിന്നെ പയ്യെ അന്വേഷിച്ച് കണ്ടെത്താൻ തുടങ്ങി, ലൈക് തേടി. എന്നിട്ടും എനിക്ക് പെട്ടെന്നൊന്നും കിട്ടത്തില്ലായിരുന്നു. എന്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ എന്നെ ഇട്ട് വലപ്പിച്ച് അവസാനം ദൈവം എന്തെങ്കിലും എന്നാ പിടിച്ചോ അങ്ങനെയായിരുന്നു. പിന്നെ സ്ട്രഗിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മെയിൻ ആയിട്ടും കുഷ്മാണ്ടം ഭയങ്കര സപ്പോർട്ടായിരുന്നു. ഞാൻ എന്ത് ഈച്ചക്കാര്യം ഉണ്ടെങ്കിലും അപ്പൊ തന്നെ ഇവളോട് വിളിച്ച് ഡിസ്കസ് ചെയ്യും. അപ്പൊ ഞാൻ പണ്ടും നിന്റെ അടുത്ത് പേഴ്സണലി പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഞാൻ എന്തൊരു സ്ട്രഗിൾസ് വരുമ്പോഴും ഞാൻ ഇങ്ങനെ മനസ്സിൽ റിവൈൻഡ് ചെയ്യുന്ന 2 ഇൻസിഡൻസ് ഉണ്ട്. അതില് ഒന്നാമത്തെ ഇൻസിഡന്റ്, ഞാനൊരു ദിവസം പ്രോജക്റ്റ് ചെയ്തോണ്ടിരിക്കുമ്പോഴാന്ന് തോന്നുന്നു കുഷ്മാണ്ടത്തിന്റെ ബർത്ത്ഡേ വന്നപ്പം ഞാന് എന്റെ അപ്പനോ അമ്മയോ ഇവളും കൂടെ കോൺഫറൻസ് കോളിൽ സംസാരിച്ചോണ്ടിരിക്കുമ്പോ എന്റെ അമ്മ അങ്ങനെ ഏതാണ്ട് വേവലാതിയായിട്ട് പറഞ്ഞു, എന്താണ് ഇവക്ക് ഇനി ജോലി ആകുവോ, അങ്ങനെ എന്തോ ഒരു വേവലാതി സംഭവം. എന്താണ് എക്സാക്ട് ഡയലോഗ് എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പൊ കുഷ്മാണ്ടം പറഞ്ഞു, ആർക്ക് സാധിച്ചില്ലെങ്കിൽ ഇവക്ക് സാധിക്കുമെന്ന് എനിക്ക് ഉറപ്പാന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോ എനിക്ക് ആക്ച്വലി കണ്ണൊക്കെ നിറഞ്ഞു വന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു, അയ്യോ, അത് ഭയങ്കര റിലീഫായിരുന്നു അത് കേട്ട് കഴിഞ്ഞ്. പിന്നെ ഞാൻ എപ്പൊ എന്തെങ്കിലും ഇങ്ങനെ സ്ട്രഗിൾ ചെയ്യുമ്പം ഞാനിങ്ങനെ ഇവളിങ്ങനെ ഇത് പറഞ്ഞത് ഞാനിങ്ങനെ സബ് ടൈറ്റിൽ പോലെ ഇങ്ങനെ എനിക്ക് കൺമുന്നിൽ എഴുതി വരും. അതൊരു ഇൻസിഡന്റ്. പിന്നെ രണ്ടാമത്തെ ഇൻസിഡന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഞാൻ പ്രോജക്റ്റ് ചെയ്തോണ്ടിരിക്കുക, ഫൈനൽ ഇയർ പ്രോജക്റ്റ്. അപ്പൊ ഈ ജർമ്മനിയിൽ എങ്ങനെയാന്ന് വെച്ചാൽ
നമ്മൾ പരീക്ഷ എല്ലാം എഴുതി പാസ്സായാലും ഫൈനൽ ഇയർ പ്രോജക്റ്റ് ഫെയിൽ ആയി കഴിഞ്ഞാൽ പിന്നെ അവരത് ഗ്രാജുവേഷൻ നടത്തത്തില്ല. അപ്പം ചെയ്തുകൊണ്ടിരുന്നപ്പം പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഒരു സോഫ്റ്റ്വെയർ സൈഡ് ആയിരുന്നു. അപ്പൊ സോഫ്റ്റ്വെയർ എന്റെ അത്ര ഒരു സ്ട്രോങ് സൈഡ് അല്ല, എനിക്കത് ഇഷ്ടമല്ല ചെയ്യാൻ, ഒന്നാമത്തെ കാര്യം. പിന്നെ അത് പഠിക്കാനുള്ള പേഷ്യൻസ് ഇല്ല എനിക്ക്. അപ്പൊ അതിലൊരു സ്ട്രഗിൾ വന്നപ്പം എന്റെ അപ്പോഴത്തെ സൂപ്പർവൈസർ, ഞാനിങ്ങനെ ഓൾമോസ്റ്റ് ക്വിറ്റ് ചെയ്യാൻ പോവാ, എനിക്കങ്ങ് ലൈക്ക് റോക്ക് ബോട്ടം ഹിറ്റ് ചെയ്ത് നിൽക്കുമ്പോ പുള്ളിക്കാരത്തി എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, യു ആർ ജസ്റ്റ് ഡൂയിങ് ഫൈൻ, കീപ് ഗോയിങ്, കീപ് പുഷിങ് എന്ന് പറഞ്ഞു. ഇത് ഇറ്റാലിയൻ ചേച്ചി. ഇറ്റാലിയൻ പുള്ളിക്കാരത്തി പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പം അപ്പം ഞാൻ പ്രോജക്റ്റ് ചെയ്തോണ്ടിരുന്ന കമ്പനിയില് ഒരു മനുഷ്യനും എന്റെ വർക്ക് ഇഷ്ടപ്പെടുന്നില്ല, എല്ലാം പൊട്ട റിസൾട്ട്, ചെയ്ത എക്സ്പെരിമെന്റ് തെറ്റ്, റിസൾട്ട് ഇല്ല, പ്രോജക്റ്റ് എന്ത് ഇതും എന്നിങ്ങനെ വിചാരിച്ച് ഈശ്വര ഞാൻ ഏത് കുഴിയില്ല ചെന്ന് ചാടിയെന്നൊക്കെ ആലോചിച്ചൊക്കെ ഇരിക്കുന്ന ഒരു സമയത്താണ് പുള്ളിക്കാരത്തി അങ്ങനെ പറഞ്ഞത്. അപ്പൊ അത് കേട്ട് കഴിഞ്ഞപ്പം ഭയങ്കര റിലീഫായിരുന്നു. അപ്പൊ ഞാൻ പിന്നീട് ഇങ്ങനെ എന്ത് പ്രശ്നം വന്നാലും ഞാൻ ഇങ്ങനെ മനസ്സിൽ റിവൈൻഡ് ചെയ്യും, ആർക്ക് സാധിച്ചില്ലെങ്കിലും ഇവക്ക് സാധിക്കും. അപ്പൊ നമ്മൾ ജോലിനെ പറ്റി സംസാരിക്കുന്നെങ്കിലും ഞാനിങ്ങനെ ആലോചിക്കുന്നു, നമുക്ക് റൈറ്റ് പീപ്പിൾ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ കുറെയൊക്കെ നമ്മുടെ കാര്യങ്ങൾ സോർട്ടഡ്. ആക്ച്വലി അവര് പറയുന്ന കാര്യങ്ങൾ, അവര് പുഷ് ചെയ്യുന്നത്, അങ്ങനെയൊക്കെ അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. എനിക്ക് ഇവിടെ വന്നതിന് ശേഷമാണ് മനസ്സിലാവാൻ തുടങ്ങി. നമ്മൾ ടോപ്പിക്കിൽ നിന്ന് വഴി മാറി പോകുന്നുണ്ട്. പക്ഷെ ഐ തിങ്ക് ചിലർക്കേലും ഇത് വേണം. കാരണം ഇപ്പൊ പല സന്ദർഭത്തിലാണെങ്കിലും നമുക്ക് എന്ത് ചെയ്യണം എന്നറിയില്ലാണ്ട് ഇരിക്കുന്ന സമയമുണ്ട്. ഞാൻ ഇപ്പം നിലവിൽ അതുപോലെ ആ ഫേസിൽ പോകുന്ന ഒരാളാണ്. അപ്പം ബട്ട് യു വുഡ് ഹാവ് ടു ബിലീവ് ഇൻ യുവർ സെൽഫ് ആൻഡ് യു വുഡ് ഹാവ് ടു ടെൽ യുവർ സെൽഫ് തിങ്സ് വിൽ ടേൺ ഔട്ട് ഗുഡ് ഇവൻച്വലി. അപ്പം നമ്മളോട് ഇപ്പം എനിക്കും ഇവൾക്കാണെങ്കിൽ പരസ്പരം അങ്ങോട്ട് ഒരു സപ്പോർട്ടുണ്ട്. പക്ഷേ നമ്മളോട് സെൽഫായിട്ട് നമ്മൾ ഒന്ന് വിശ്വസിക്കണം, ഇതിങ്ങനെ നല്ലത് കിട്ടും, എന്നാലേ നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് കയറാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ കംഫർട്ട് സോണിൽ ഇരുന്ന് പോവുകയാണെങ്കിൽ നമുക്ക് പിന്നെ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അപ്പം എന്താണെങ്കിലും ഇപ്പോൾ ജോലി ഇഷ്ടമല്ലെങ്കിൽ പോലും എനിക്കും ചില സമയത്ത് ജോലി ഇഷ്ടപ്പെടാതെ വന്നിട്ടുണ്ട്, സ്ട്രെസ്സ് കൂടുതലായിട്ടുണ്ട്. ഞാൻ 36 മണിക്കൂർ അടുപ്പിച്ച് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ നിനക്കൊരു ഇൻസിഡന്റ് ഇല്ലായിരുന്നോ, നീ തല കറങ്ങി വീണേ? തല കറങ്ങി അവസാനം ഞാൻ ഒരു 1.5 വർഷത്തോളം എനിക്ക് ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലായിരുന്നു. ഞാൻ പ്രൊജക്റ്റ് വർക്ക് ചെയ്ത് ഞാൻ അത്യാവശ്യം നന്നായിട്ട് വന്നു. പിന്നീട് പയ്യെ അമേരിക്കൻ മാനേജർ കമ്പനി ഡിസ്പേഴ്സ് ആക്കി. അപ്പം എൻ്റെ അമേരിക്കൻ മാനേജർ ഒരു കമ്പനി വേറൊരു പാരലായിട്ട് നടത്താൻ തുടങ്ങിയായിരുന്നു. അല്ലേ, ഇന്ത്യൻ മാനേജർ, ക്ഷമിക്കുക. അവിടെ എന്നെ പുതിയൊരു എംപ്ലോയി ആക്കി വെച്ചു. ആൻഡ് ഐ വാസ് കൈൻഡ് ഓഫ് ദ ലീഡ് ദെയർ. ആൻഡ് ഐ ഹാഡ് ടു മാനേജ് 9 projects at a time. It was small projects, but I had to manage 9 projects and I had to train all these kids, new kids, and I had to learn new technologies as well. ബാക്ക് എൻഡ് ഇതെല്ലാം മറ്റേതായിരുന്നു. അപ്പോൾ ഒരു സമയത്ത് ഇതെല്ലാം ചെയ്ത് തീർക്കാൻ എൻ്റെ അടുപ്പ് തെറിച്ച് പോയായിരുന്നു. അപ്പം അത് എൻ്റെ മെൻ്റൽ ഹെൽത്ത് ഭയങ്കര ഡിറ്റീരിയേറ്റ് ചെയ്യാൻ തുടങ്ങി. പിന്നീട് അത് ഫിസിക്കലായിട്ടും ഭയങ്കര അഫക്റ്റ് ചെയ്യാൻ തുടങ്ങി. ലാക്ക് ഓഫ് ഉറക്കം, കറക്റ്റ് സമയത്ത് കഴിക്കാണ്ടിരിക്കുക. ഇപ്പോൾ പുതിയൊരു ജോലി കിട്ടുവാണെങ്കിൽ പൊതുവെ ആൾക്കാർ അതിൽ ഹൃദയവും മനസ്സും എല്ലാം അങ്ങ് കൊടുക്കുന്ന ഭയങ്കര നോർമലാണ്. പക്ഷേ യു വുഡ് ഹാവ് ടു നോ, നമ്മുടെ ശരീരം, നമ്മുടെ മനസ്സ് ശരിയല്ലെങ്കിൽ നമ്മൾ എത്ര കഠിനാധ്വാനം ചെയ്തിട്ടും നമുക്ക് എന്താ പറയുക, ഒരു കാര്യമില്ല. കാര്യം പറഞ്ഞാൽ കമ്പനികൾക്കൊക്കെ പൊതുവേ ഇപ്പം പ്രത്യേകിച്ച് വലിയ കമ്പനികളിൽ if you leave you will be replaced immediately. സോ എൻ്റെ കമ്പനിയാണ് വലുതെന്ന് വിചാരിച്ച് വർക്ക് ചെയ്തിട്ട് കാര്യമില്ല. എന്താണെങ്കിലും നിങ്ങളുടെ കിട്ടുന്ന വർക്ക് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ചെയ്യുക. നിങ്ങൾ സെൽഫായിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നിടത്തെല്ലാം ചെയ്യുക. ഞാൻ ജർമ്മനി നിൽക്കുന്നതിന്റെ വേറൊരു മെയിൻ റീസൺ ഇതാണ്. ഇന്ത്യയിൽ എത്രത്തോളം നമുക്ക് സിക്ക് ലീവ് വിളിക്കാൻ പറ്റും എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ജർമ്മനിയിലെ ഒരു ഗുഡ് ക്വാളിറ്റി എന്താന്ന് വെച്ചാൽ നമുക്ക് 6 മാസത്തോളം സിക്ക് ലീവ് വിളിക്കാം മാക്സിമം. ഈ 6 മാസം നമുക്ക് സാലറി കിട്ടും.
പക്ഷെ പ്രൊവൈഡഡ് നിങ്ങൾക്കൊരു ആക്ച്വൽ സിക്നസ് ഉണ്ട്, നമുക്ക് ഡോക്ടറിന്റെ ഇത് വേണം, എല്ലാ എഴുത്തുകൂത്ത് പരിപാടികളൊക്കെ ഉണ്ട്, അതെല്ലാം കൊടുത്താലേ അത് കിട്ടുള്ളൂ. പക്ഷെ വേറൊരു ഇൻട്രസ്റ്റിംഗ് റൂൾ എന്താന്ന് വെച്ചാൽ, ഇപ്പൊ ഞാൻ ഇന്ന് എനിക്ക് വയ്യ, എനിക്ക് സ്ട്രെസ്സായി, എനിക്ക് ഒന്ന് റിലാക്സ് ചെയ്യണമെന്ന് തോന്നുവാണെങ്കിൽ നമുക്ക് സിക്ക് വിളിക്കാം ഇന്ന്. സോ അപ് ടു 2 days നമുക്ക് ഡോക്ടറിന്റെ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ എപ്പോഴാണെങ്കിലും സിക്ക് എടുക്കാം. അപ്പം അവര് പറയുന്നത് സിക്ക് ആണെങ്കിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട പോലും കാര്യമില്ല നമുക്ക് എന്താണ് അസുഖം എന്ന്. HR ഒരു മെയിൽ അയക്കുക, ഇന്ന് ഞാൻ വർക്ക് ചെയ്യുന്നില്ല ബിക്കോസ് ഐ എം സിക്ക്. ദിസ് സിക്നെസ് ക്യാൻ ബി ലൈക്ക് റിയൽ സിക്നെസ്, എന്തെങ്കിലും പനിയോ ജലദോഷമോ മറ്റു രോഗങ്ങളോ, അല്ലെങ്കിൽ ഓൾസോ സ്ട്രെസ്, വർക്ക് സ്ട്രെസ് കാരണം നിങ്ങൾക്ക് സിക്ക് ആണെങ്കിൽ യു ഡോണ്ട് ഹാവ് ടു വർക്ക്, ആരും ക്വസ്റ്റ്യൻ ചെയ്യാൻ വരില്ല. അപ്പൊ ഞാൻ എപ്പോഴും വിചാരിക്കുന്നത്, ചിലപ്പോ എനിക്ക് പണ്ടാരം ജോലി നിർത്തിയിട്ട് വല്ല കൃഷിപ്പണിക്ക് പോയാൽ മതി എന്ന് തോന്നുന്ന അവസരങ്ങളിൽ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ, ഞാൻ 2 ദിവസം സിക്ക് ലീവ് ഒക്കെ എടുത്ത് വീട്ടിൽ കാപ്പിയൊക്കെ കുടിച്ച് ഇഷ്ടമുള്ള ഭക്ഷണമൊക്കെ ഉണ്ടാക്കി റിലാക്സ് ചെയ്യും. അത് യൂറോപ്പിൽ പൊതുവെ ഇപ്പം എൻ്റെ ഹസ്ബൻഡിനും ഒരു യൂറോപ്യൻ കമ്പനിയിൽ വർക്ക് ചെയ്തു. ഇപ്പം നിൻ്റെ കാര്യത്തിലാണെങ്കിലും കുറച്ചും കൂടെ ഒരു വർക്ക് ലൈഫ് ബാലൻസ് ഉണ്ടെന്ന് തോന്നുന്നു കമ്പയർഡ് ടു ഇന്ത്യ. അത് ഭയങ്കരമായിട്ടുണ്ടെന്നല്ല, ബട്ട് കമ്പയർഡ് ടു ഇന്ത്യ അറ്റ്ലീസ്റ്റ് അതുണ്ട്. ഞങ്ങളുടെ ഇവിടെ ഇപ്പോൾ ഒരു ഇന്ത്യൻ കമ്പനിയിൽ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഇവിടെ ഇപ്പോൾ ലീവ് എടുക്കുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര കോൺട്രവേഴ്ഷ്യലായിട്ടൊരു കാര്യം പോലെയായിരുന്നു. പക്ഷേ US ബേസ്ഡ് കമ്പനിയിൽ ഐ തിങ്ക് ദേ വെർ ബിറ്റ് മോർ അണ്ടർസ്റ്റാൻഡിങ്. നമുക്കിപ്പോൾ ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ എൻ്റെ മാനേജർ തന്നെ ഓക്കെ ഇറ്റ്സ് ഓക്കെ, യു ടേക്ക് എ ലീവ്, റിജുവിനേറ്റ് ആൻഡ് കം ബാക്ക് എന്നൊക്കെ പറയുമായിരുന്നു. ഇവിടെ 30 days വെക്കേഷൻ പോളിസി ഉണ്ട്. അപ്പൊ അത് മാൻഡേറ്ററി ആയിട്ടും എടുക്കണം. നമുക്ക് അത് എടുത്തില്ലെങ്കിൽ അടുത്ത വർഷം അത് എടുക്കാനൊന്നും പറ്റില്ല. അത് പെയ്ഡും ആണ് ആ ലീവ്, പെയ്ഡ് വെക്കേഷൻ. അപ്പോ ചിലരൊക്കെ 3 ആഴ്ചയൊക്കെ മാക്സിമം എടുക്കാറുണ്ട്. ഞാൻ എന്റെ കല്യാണത്തിന് വേണ്ടി 5 ആഴ്ചയൊക്കെ അവരെ കൺവിൻസ് ചെയ്തെടുത്തോണ്ടാണ് നാട്ടിൽ വന്നത്. അപ്പം വെക്കേഷൻ എടുക്കുന്നതിനൊന്നും ഒരു പ്രശ്നമില്ല. പിന്നെ ഇവിടെ എന്ന് വെച്ചാൽ വെക്കേഷനിലാണെങ്കിൽ അവർ കംപ്ലീറ്റ്ലി ഷട്ട് ഓഫ് ആവും. അവർ ഫോൺ എടുക്കത്തില്ല, ഇമെയിൽ നോക്കത്തില്ല, ടീംസ് മെസ്സേജ് വായിക്കത്തില്ല, ഒന്നിനും റെസ്പോണ്ട് ചെയ്യത്തില്ല. ലൈക്ക് വെക്കേഷനിലാണെങ്കിൽ വെക്കേഷനാണ്. ഞാനും അതുപോലെ, ഞാൻ എന്റെ ഓഫീസ് ഐറ്റംസ് ഒന്നും ലാപ്ടോപ്പോ ഫോണോ ഒന്നും കൊണ്ടുപോകത്തില്ല എങ്ങും. വെക്കേഷൻ ആണെങ്കിൽ ആകാശം ഇടിഞ്ഞു വീണാലും ശരി, ഓഫീസ് കത്തിപ്പോയാലും ശരി, പിന്നെ തിരിച്ചു വന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉള്ളു. അങ്ങനെ ഇവിടെ നേരെ തിരിച്ച്. ഇവിടെ ഒരു ഞാൻ നോക്കുമ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഒരു ഇന്ത്യൻ കമ്പനി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സാറ്റർഡേ ഈവനിങ്, സൺഡേ ഈവനിങ് ഒക്കെ മാനേജറിന് ടെൻഷൻ കയറി ഇങ്ങോട്ട് വിളിക്കാം. അപ്പം ഞങ്ങൾ രണ്ടുപേരും മുമ്പ് അത്യാവശ്യം വേറെ വിദേശ രാജ്യത്തെ കമ്പനികൾ വർക്ക് ചെയ്തുകൊണ്ട് ആ ഒരു ഡിഫറൻസ് ശരിക്കും ഇപ്പോൾ പറയുമ്പോൾ മനസ്സിലാവും. എനിവേ നമുക്കെന്നാൽ പയ്യെ കൺക്ലൂഡ് ചെയ്യാം, നമ്മുടെ സമയം കുറച്ച് അതിക്രമിക്കുന്നു. അതെ. അപ്പൊ ഇത്രയും നേരം ഞങ്ങളെ കേട്ടോണ്ടിരുന്ന പ്രിയ ശ്രോതാക്കൾക്ക് വളരെ നന്ദി. ഇത്രയും നേരം ആക്ച്വലി നിങ്ങൾ കേൾക്കുമെന്ന് എനിക്ക് സംശയ അല്ലേ, കാരണം ഡ്യൂറേഷൻ കൂടുതലായതുകൊണ്ട്. പക്ഷെ ഞങ്ങള് ഒട്ടും ഫിൽറ്റർ ഇല്ലാതെ സംസാരിക്കുന്നത്. ഞങ്ങൾക്ക് എന്ത് തോന്നുന്നു അതാണ്. ഒരു യൂഷ്വൽ പോഡ്കാസ്റ്റ് സെറ്റപ്പ് പോലെ ഒന്നല്ല ഇത്. സംതിങ് ഞങ്ങളുടെ കംഫർട്ട് സോണിൽ ഇരുന്ന് ഞങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയുന്നു. അപ്പൊ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. റോ ആയിട്ടുള്ള കാര്യങ്ങളാണ് ആൾക്കാർക്ക് കൂടുതൽ ഇഷ്ടം എന്നുള്ളൊരു ഇതിലാണ് ഞങ്ങൾ അല്ലേ പോഡ്കാസ്റ്റ് കണ്ടിന്യൂ ചെയ്യുന്നത്. ആഫ്റ്റർ ഓൾ ഞങ്ങൾക്കും ഇത് താല്പര്യമാണല്ലേ, നമുക്കും നമ്മുടെ പഴയ കാര്യങ്ങളൊക്കെ ഓർത്ത് പറയാനും അല്ലേ. അതെ അതെ. എന്താണെങ്കിലും ഇതൊക്കെയാണ് ഞങ്ങളുടെ ഫസ്റ്റ് കമ്പനി വിശേഷങ്ങൾ. ദേ വേർ ഗുഡ് ടൈംസ്, ദേ വേർ ബാഡ് ടൈംസ്, ബട്ട് വിൽ സ്ട്രൈവ് ത്രൂ. ഇനി ഒരു വീഡിയോയിൽ ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്സുമായി ഞങ്ങൾ വരുന്നത് വരെ കാണാം. എല്ലാവരും ഹെൽത്തി ആയിട്ടിരിക്കുക. ശുഭദിനം.